നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കണ്ണമാലി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി. കണ്ണമാലി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ പൊങ്കാല സമർപ്പണം നടത്തി. അതിരാവിലെ മുതൽ നൂറുകണക്കിന് ഭക്തരാണ് പൊങ്കാല സമർപ്പണത്തിനായി ക്ഷേത്രമുറ്റത്തെത്തിയത്. പുരാതന കാലം മുതലേ ഈ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ആചാരമാണിത്. ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കൊച്ചിൻ കൃഷ്ണപ്രിയ ദീപം തെളിച്ച് ഗീതാരാജു പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നു. തങ്ങളുടെ ഇഷ്ടദേവതയ്ക്ക് ക്ഷേത്ര തിടപ്പള്ളിയിൽ വെച്ചല്ലാതെ നിവേദ്യം തയ്യാറാക്കാൻ ഭക്തർക്ക് ലഭിക്കുന്ന അവസരമാണ് പൊങ്കാലയുടെ മഹാത്മ്യം. നമ്മുടെ ക്ഷേത്രത്തില് വർഷങ്ങളായി, കുറഞ്ഞത് ഒരു 10-15 വർഷമേ ആയിട്ടുണ്ട് പൊങ്കാല തുടങ്ങിയിട്ട്. അന്ന് തുടങ്ങി ഇന്ന് വരെ നല്ല ഭംഗിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. അടുത്ത വർഷവും ഇതിലും ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുപോകണം. പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ദേവിക്ക് പ്രസാദമൊന്നും ഉണ്ടാക്കി നമുക്ക് ദേവിക്കാൻ പറ്റില്ല. ഭക്തജനങ്ങൾക്ക് ദേവിയെ പൂജിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് പൊങ്കാല. അപ്പൊ അത് നമ്മള് പ്രസാദം ദേവിയുടെ സന്നിധിയിൽ തിരുമുറ്റത്ത് പ്രസാദം ഉണ്ടാക്കുന്നു. വേണ്ട നിവേദ്യങ്ങൾ ഭക്തി സാന്ദ്രമായി 3 ദിവസമെങ്കിലും വ്രതാനുഷ്ഠാനം വേണമെന്നാണ് നിഷ്കർഷ. ഇതിനായി പുതിയ മൺകലം, ഉണക്കലരി, ശർക്കര, നെയ്യ്, കദളിപ്പഴം, കൽക്കണ്ടം, മുന്തിരി, തേങ്ങ തുടങ്ങിയവയാണ് പൊങ്കാലക്കൂട്ട്. പൊങ്കാല നിവേദ്യം തയ്യാറായി വരുമ്പോൾ മേൽശാന്തി ദേവിയുമായി വന്ന് പൊങ്കാല കലങ്ങളിൽ തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമർപ്പണം പൂർത്തിയാകും. ക്ഷേത്ര പ്രസിഡന്റ് സിദ്ധാർത്ഥൻ, സെക്രട്ടറി KA സുധീർ, KP ബിനോയ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. തുടർന്ന് ഭക്തർക്ക് അന്നദാനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.